തട്ടിപ്പിന് വേണ്ടി ജനിച്ചവരെന്ന് തോന്നുന്ന ചിലരുണ്ട്. അതിവിദഗ്ധമായിട്ട് ബാങ്കുകളെയും സകല നൂലാമാലകളെയും ഒക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇവർ തട്ടിപ്പ് നടത്തും. ഇത് തട്ടിപ്പ് നടന്നു കഴിയുമ്പോഴാണ് വൻകിട ധനകാര്യ സ്ഥാപനങ്ങൾ പോലും പറ്റുന്നത്, അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തട്ടിപ്പിൽ ഞങ്ങളും പെട്ടു എന്നൊക്കെ പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് US ഒരു വൻകിട ധനകാര്യ സ്ഥാപനത്തിൽ ഒരു 500 മില്യന്റെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിലാണെങ്കിൽ പ്രധാനമായിട്ടുള്ളത് ഒരു ഇന്ത്യൻ വംശജനുമാണ്. ഒരു 8ന്റെ പണി കിട്ടിയാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അമേരിക്ക ആയതുകൊണ്ടാണ്. അതെ, അങ്ങനെ തോന്നിയാല് തെറ്റു പറയാൻ പറ്റില്ല. അതെ, ഞാൻ ഈ വാർത്തയെ ഞാൻ ആദ്യം ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആദ്യം ഞാൻ നോക്കിയത് ഇതിൽ മലയാളി ആരെങ്കിലും ഉണ്ടോ എന്നാണ്. പക്ഷെ നമ്മുടെ മലയാളികളൊക്കെ US ജീവിക്കുന്ന മലയാളികളൊന്നും പൊതുവെ ഇത്തരം തട്ടിപ്പുകൾക്കൊന്നും അങ്ങനെ പോയി വാർത്തകൾ വരാറില്ല. ഇപ്പം UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ പലപ്പോഴും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മറ്റു കാര്യങ്ങളും പരസ്പര വൈരത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും കഥകളിലൂടെ അറിയാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ കേരളത്തിലാണ് ഇത്തരം തട്ടിപ്പ് വിവരന്മാർ ധാരാളമായിട്ടുള്ളത്. ഇപ്പം തന്നെ 1 ലക്ഷം കോടിയോളം രൂപയുടെ തട്ടിപ്പുകൾ കേരളത്തിൽ മാത്രം ബാങ്കിങ് രംഗത്ത് നിന്ന് പുറത്തു വരാനുണ്ടെന്നാണ് പറയുന്നത്. ബാങ്ക് ഫ്രോഡ്സ് ഇപ്പൊ പുതിയ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, അത്തരം ബാങ്കുകളൊക്കെ സഹകരണ സ്ഥാപനങ്ങളല്ല ഞാൻ പറയുന്നത്, അത് നന്നായി നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതല്ലാതെ ഈ പുതിയ RBIയുടെ നിർദ്ദേശപ്രകാരം പഴുതുകളൊക്കെ അടച്ചുകൊണ്ട് വരുന്ന സ്ഥാപനങ്ങൾ, അത്തരം വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഞാനതിൽ ചില ആളുകളൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പുകാരൊക്കെ പിന്നീട് കാണപ്പെടും. അസാമാന്യ പ്രതിഭകളാണ് ഇവന്മാർ. അസാമാന്യ, ഏത് മനുഷ്യനെ എന്തും പറഞ്ഞ് വിശ്വസിപ്പിക്കാവുന്ന ആൾക്കാരാണ്. അത്തരത്തിലുള്ള ഒരാളാണ്. ഇപ്പോൾ ഗുജറാത്ത് സ്വദേശിയാണ്. ഈ വിദ്വാന്റെ പേര് ബെങ്കിങ് ബ്രഹ്മഭട്ട് എന്നാണ്. പേര് തന്നെ ഭയങ്കര ഗംഭീരമാണ്. ബ്രഹ്മഭട്ട്, ബെങ്കിങ് ബ്രഹ്മഭട്ട് എന്നാണ്. ബംഗാളിയല്ല, ഗുജറാത്തുകാരനാണ് അദ്ദേഹം. അദ്ദേഹം പറ്റിച്ചത് ആരെയാണെന്നറിയോ? ബ്ലാക്ക് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആഗോള സ്ഥാപനങ്ങൾക്ക് ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് കൊടുക്കുന്ന, വായ്പ കൊടുക്കുന്ന വലിയ സ്ഥാപനമാണ്. ഇപ്പം നമുക്കറിയാം ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഈ ബ്ലാക്ക് റോസിനെ കുറിച്ചുള്ള ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അത്ര വലിയ സ്ഥാപനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ PNB പരിബ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് കമ്പനിയുണ്ട്. ഇത് ഈ ഫിനാൻഷ്യൽ സൊല്യൂഷൻ, ഇൻഷുറൻസ് ഒക്കെ ആയിട്ട് വന്ന് നമുക്കറിയാം ഇവിടെ PNB പരിബയ്ക്ക് ഇവിടെ ഇന്ത്യയിൽ ബിസിനസ്സുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള 2 തട്ടിപ്പുകൾ, ശ്വാസം പിടിച്ച് നിലച്ചു പോകുന്ന തട്ടിപ്പ്, ഇതിനെ ബ്രീത്ത് ടേക്കിംഗ് ഫ്രോഡ് എന്നാണ് നിക്ഷേപകർ ഇതിനെ പറഞ്ഞിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ ശ്വാസം നിലച്ചിരിക്കുകയാണ് നിക്ഷേപകർക്ക്. $500 മില്യൺ നഷ്ടമായി എന്ന് പറയുമ്പോൾ അതൊരു ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥയാണ്. അപ്പം ഈ വിദ്വാന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാനിങ്ങനെ തപ്പി പോകുമ്പോൾ ഇത് നമ്മുടെ വാൾ സ്ട്രീറ്റ് ജേണൽ ഇതിനെക്കുറിച്ച്, ഇദ്ദേഹത്തെക്കുറിച്ച് ചില വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഇയാൾ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ലഭ്യമായ റിപ്പോർട്ട് പ്രകാരം ഇയാൾ ഇന്ത്യൻ ഒറിജിനാണ്, ഗുജറാത്തിലാണ് ജനിച്ചത്. IIT ഡൽഹിയിൽ വിദ്യാഭ്യാസം നേടി. പിന്നെ ഒരു ടെലികോം എഞ്ചിനീയറായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1989 ഇന്ത്യയിൽ ഈ പുഷ് ബട്ടൺ ടെലിഫോൺ ഉണ്ടല്ലോ, അത് പുള്ളി അങ്ങനത്തെ ഒരു കമ്പനി സ്ഥാപിച്ചുകൊണ്ടാണ് പുള്ളി ഒരു ആന്റർപ്രണർ ആയത്, സംരംഭകനായത്. പിന്നെ അയാൾ US ആസ്ഥാനമായി ടെലികോം സേവന ഒക്കെ നടത്തുന്ന ബ്രോഡ്ബാൻഡ് ടെലികോം എന്ന കമ്പനി, ബ്രിഡ്ജ് വോയ്സ് എന്ന കമ്പനി സ്ഥാപിച്ചു. അതിൻ്റെ CEO കൂടിയായിരുന്നു. ന്യൂയോർക്കിലെ ഗാർഡൻ സിറ്റി ആസ്ഥാനമാക്കിയാണ് അതെല്ലാം പ്രവർത്തിച്ചിരുന്നത്. ബ്രഹ്മഭട്ട് ചില മാധ്യമങ്ങളിലൊക്കെ നൽകിയ അഭിമുഖങ്ങളിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടെലികോം രംഗത്തെ എഞ്ചിനീയറിംഗ് കഴിവുകളും അതുപോലെ തന്നെ ആളുകളെ മാനേജ് ചെയ്യാനുള്ള പീപ്പിൾ മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പുതിയൊരു ആവാസ വ്യവസ്ഥ, ഒരു എക്കോ സിസ്റ്റം ഉണ്ടാക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്നത് സെൽഫ് സസ്റ്റെയിനിങ് എക്കോ സിസ്റ്റം എന്നാണ് പറയുക. ഇവരൊക്കെ ഇങ്ങനത്തെ പുതിയ സാധനങ്ങൾ പറയും. ഞാനൊരു പുതിയൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ സാമ്പത്തിക രംഗത്ത് ഇത് രണ്ടും കൂടെ, സ്കില്ലും കൂടെ, മാനേജ്മെൻറ്റും കൂടെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അങ്ങനത്തെ ഒരു സംരംഭകനാണ് താൻ എന്നാണ് പറയാറ്. അപ്പോൾ അയാളുടെ പ്രവർത്തന രീതി, ഈ തട്ടിപ്പ് നടത്തിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ബ്രഹ്മഭട്ടിൻ്റെ കമ്പനികൾക്ക് ലോൺ ലഭിച്ചിരുന്നത് അസറ്റ് ബേസ്ഡ് ഫിനാൻസിങ് ആണ്. അസറ്റ് ബേസ്ഡ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഉപഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള പണം, ശമ്പളമായിട്ടോ മറ്റിനങ്ങളോ ലഭിക്കാനുള്ള പണം, അപ്പം അത് അക്കൗണ്ട്സ് റിസീവബിൾ എമൗണ്ടാണ്, അത് ഈടായിട്ട് കൊടുക്കും ജോലിക്കാരുടെ. അപ്പം നമ്മളിവിടുന്ന് ഈ സാലറി പേ സർട്ടിഫിക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, അത് അത്തരം സാധനങ്ങൾ എടുത്തിട്ട് ഈടായിട്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം തട്ടിപ്പിനായി ഉപയോഗിച്ചിരുന്നു. അപ്പം കടലാസിലെ ആസ്തികളാണ് ഇതെല്ലാം. വ്യാജ ഇൻവോയ്സുകൾ ഉണ്ടാക്കി അത് നിലവിലില്ലാത്തതോ ടെലികോം ക്ലയൻറ്റുകളുടെ പേരിൽ വലിയ തുക, നിലവിലില്ലാത്ത ക്ലയൻറ്റുകളാണ്,
അതും പുള്ളിയുടെ പേരിൽ, കമ്പനിയുടെ പേരിലല്ല, നിലവിൽ ഒരിക്കലും ഇല്ലാത്ത ടെലികോം കമ്പനികൾ ജോലി ചെയ്യുന്ന ആളുകളുടെ പേരിൽ വ്യാജ ഇൻവോയ്സ് ഉണ്ടാക്കി ഇടപാടുകൾ നടന്നു എന്ന രീതിയിലാണ്. എന്നിട്ട് ഈ വ്യാജ ഇൻവോയ്സുകൾ ഭാവിയിൽ തനിക്ക് ലഭിക്കാനുള്ള കാശ്, എനിക്ക് കുറേയധികം കാശ് കിട്ടാണ്ട്, എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്, അവിടുന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇവിടുന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നമ്മളെ ശബരിനാഥിന്റെ തട്ടിപ്പ് ഓർമ്മയുണ്ടോ? ടോട്ടൽ ഫോർ യു, ആ മോഡലില് അയാൾക്ക് ഇതുപോലെ വലിയ ബിരുദനാണ്. അപ്പൊ ഇങ്ങനെ ഇവിടുന്ന് കിട്ടാണ്ട് അവിടുന്ന് കിട്ടാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അക്കൗണ്ട് കിട്ടാൻ ഉള്ള ഈ പൈസയാണ് 500 മില്യണിലധികം ലോൺ നേടാനായിട്ട് ഇതിന്റെ വെച്ചിട്ട് നിങ്ങൾ വെച്ചോളി, എന്നിട്ട് ഇത് ഇവിടെ ഈടായിട്ട് വെച്ചിട്ട് എനിക്ക് കുറച്ച് പൈസ തരണം. എന്നാൽ അവർ പരിശോധിക്കുമ്പോൾ ഇത് ആരെയാ പരിശോധിക്കുന്നത്? ഓഡിറ്റ് ചെയ്തു, ബ്ലാക്ക് റോക്ക് ഇത് ഓഡിറ്റ് ചെയ്തു, PNB പരിപാ ഓഡിറ്റ് ചെയ്തു. അപ്പോൾ ആ ഓഡിറ്റുകളൊക്കെ കബളിപ്പിക്കുന്ന രീതിയിലാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ്? വ്യാജ ഇമെയിലുകൾ, ഡൊമൈനുകൾ ഒക്കെ ഉണ്ടാക്കി. ഈ വ്യാജ ഇമെയിലുകൾ, ഡൊമൈനുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ഒട്ടും അധികമൊന്നും കടന്നു പോകാത്തൊരു ഞാൻ വലിയ വ്യവസായികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും ഡൊമൈനുകളെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഡൊമൈനുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിജിറ്റൽ അഡ്രസ്സാണ്, വിലാസമാണ്. .in, .com, അതുപോലെ .org എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം നമ്മൾ ഇന്ത്യയിലാകുമ്പോൾ അത് .in ആണ്, UAE-യിലാണെങ്കിൽ .UAE ആണ്, അമേരിക്കയിലാണെങ്കിൽ അത് .com ആണ്, അല്ലെങ്കിൽ പിന്നെ യൂറോപ്പിലാണെങ്കിൽ അത് ആ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കും. UK-യിലാണെങ്കിൽ UK വരും അതിൻ്റെ കൂടെ. അപ്പം നമ്മൾ .com എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ .com എല്ലാത്തിനും ഒരു സ്ഥാപനത്തിന് മാത്രമല്ല, ഒരു കൊമേഴ്സ് സ്ഥാപനത്തിനാണ് കോം വെക്കുക, കൊമേഴ്സ് എന്ന അർത്ഥത്തിൽ. അതേസമയത്ത് നമ്മുടെ ആൾക്കാർ ഏതെങ്കിലും സംഘടന ഉണ്ടാക്കുമ്പോൾ, ഓർഗനൈസേഷൻ ഉണ്ടാക്കുമ്പോൾ, അതിന് സാമൂഹിക സംഘടന ഉണ്ടാക്കുക, അതിൻ്റെ പേരിൽ .com എടുക്കും. സത്യത്തിൽ അത് അറിയുന്നവർക്ക് മനസ്സിലാവും .org വേണ്ടത്, അല്ലെങ്കിൽ .in ആണ് വേണ്ടത് ഇന്ത്യയിലാവുമ്പോൾ. അപ്പോൾ ഇപ്പം ഞാനിതിനെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സുരേഷ് മത്തായി എന്ന് പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന് ഈ .in സർവീസ് ഉള്ള കേരളത്തിലെ ആദ്യത്തെ പ്രൊവൈഡറാണ്. W3 ഡൊമൈൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് പേര്. അപ്പോൾ ഈ വലിയ തട്ടിപ്പ് നടക്കുന്ന മേഖലയാണ്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം എനിക്ക് വ്യക്തിപരമായിട്ട് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്? ഇപ്പോൾ ആളുകൾ ഈ വ്യാജ ഇമെയിൽ ഉണ്ടാക്കും, എന്നിട്ട് ഈ വായ്പ കിട്ടാൻ വേണ്ടിയിട്ട് ക്ലയൻറ്റ് കമ്പനികളുമായി നേരിട്ട് ബന്ധപ്പെടാതിരിക്കും. ഇത് തമ്മിലിപ്പോൾ വ്യാജ കിട്ടിക്കഴിഞ്ഞാൽ പ്രജിത ബ്ലാക്ക് റോക്കാന്ന് വിചാരിക്കൂ, ക്ലയൻറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിലുള്ള ടെലികോം കമ്പനികളുടെ ഡൊമൈനുകളെ അനുകരിക്കുന്ന രീതിയിൽ മെയിലുകൾ അയക്കും, വ്യാജ ഇമെയിൽ വിലാസങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് വലിയ തുക പോയി, ഏതാണ്ട് 2-2.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ബോസ് അവിടെ ഇരിക്കുന്ന ആ അക്കൗണ്ട്സിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി വിചാരിച്ചത് ബോസിന്റെ മെയിലാണെന്നാണ്, പേയ്മെന്റ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരൊരു മെയിൽ അയച്ചു. അപ്പോൾ ബോസിന്റെ മെയിലിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഉടനെ തന്നെ പിന്നാലെ അവൻ തന്നെ അയക്കുക. അപ്പം 3 തവണയായപ്പോൾ ഇവർക്ക് സംശയം തോന്നി, ഇത് വ്യാജമാണോ, എന്തോ സംശയം തോന്നി വിളിച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങനെ മെയിലേ അയച്ചിട്ടില്ല. നോക്കുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരിക. ഇപ്പോൾ അവർ തന്നെ ബെൽജിയം ടെലികോം കമ്പനിയുടെ ബിക്സ് എന്ന് പറഞ്ഞ കമ്പനിയെ അനുകരിച്ചുകൊണ്ട് ഇമെയിൽ ചെയ്തു. ബിക്സ് പിന്നെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ അയച്ചിട്ടേ ഇല്ല. ഒരു വാക്കൊക്കെ ആയിരിക്കും വ്യത്യാസം വരിക, ഒരു ചെറിയ വാക്കൊക്കെ ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ ഇത് വായിക്കുക ഇങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിൽ വലിയ വിദഗ്ധന്മാരാണ് ഇവർ. വ്യാജ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുക. അപ്പം എന്നിട്ട് ഇയാൾ ഈ ഈ $500 മില്യൺ എന്താ ചെയ്തതെന്നറിയോ? ഇയാള് അവിടുത്തെ വികസനത്തിനും മറ്റു കാര്യങ്ങൾക്കും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനൊക്കെ ആണെന്ന് പറഞ്ഞിട്ടാണ് ഇതിന് കാരണം കാണിക്കണമല്ലോ. വായ്പ എടുക്കുമ്പോൾ അതൊന്നും ചെയ്യാതെ മൗറീഷ്യസിലും ഇന്ത്യയിലുള്ള സ്ഥലങ്ങളിലേക്ക് പാർക്ക് ചെയ്തു, സ്ഥലം വാങ്ങിച്ചും വകയിരുത്തിയും. അപ്പം വായ്പാദാതാക്കളൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് ഒരു പൈസ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാണ്. രാജ്യം കടത്തിക്കഴിഞ്ഞു. അപ്പം ഇത് പിന്നെ FBI-യും അതുപോലെ തന്നെ നമ്മളെ മറ്റ് ഏജൻസികളൊക്കെ ഇതിന്റെ പിന്നിൽ ഇന്റർപോളൊക്കെ ഇയാൾക്ക് വേണ്ടിയിട്ട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. നിലവിലെ അവസ്ഥ ഇയാൾ തട്ടിപ്പ് നടത്തിയിട്ട് വായ്പാദാതാക്കൾക്ക് കോളുകൾക്ക് പോലും മറുപടി നൽകാതെ ഇന്ത്യയിലേക്ക് മുങ്ങി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഈ കമ്പനി അടച്ചുപൂട്ടിയിരിക്കുന്നത്, അവിടെ ആളുകൾ ചെല്ലുമ്പോൾ കമ്പനിയുടെ മുറ്റത്ത് അടഞ്ഞെടുക്കുന്ന വീടിന് പുറത്ത് ആഡംബര കാറുകളുണ്ട്. അപ്പം ഇതെല്ലാം ചിത്രം ലോകത്ത് എല്ലായിടത്തും ഒന്ന് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഈ തട്ടിപ്പുകാരന്മാരെല്ലാം പോയി കഴിയുമ്പോൾ അവരുടെ കാറുകളൊക്കെ ആ വീടിന് മുന്നിൽ പോർഷയും ടെസ്ലയും BMW ഒക്കെ പോലുള്ള വില കൂടിയ കാറുകൾ. വിമാനം ഉണ്ടാകാതിരുന്നത് ഒരുപക്ഷെ അതും ഉണ്ടാവുമായിരിക്കും. അപ്പം എത്ര വിളിച്ചിട്ടും എത്ര ബെല്ല് ചെയ്തിട്ടും വാതിൽ തുറക്കുന്നില്ല എന്നാണ് നിക്ഷേപകർ പറയുന്നത്. നിക്ഷേപകർ തുറക്കില്ല. അപ്പോൾ ഈ കൂട്ടമായി അവിടെ മുട്ടി തുറക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്ന നിലവിളിക്കുന്ന ഈ ആളുകളുടെ മുന്നിൽ ഈ വിദ്വാൻ, ഇന്ത്യക്കാരനായ ഈ വിദ്വാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ, മുങ്ങുമ്പോൾ, ഇതിന് പ്രശ്നങ്ങൾക്ക് ഇതിൽ പെട്ടുപോയ ആളുകൾക്ക് ലോകത്തെ വിപണിയിലുണ്ടായ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് അറിയോ? ചെറിയ പ്രത്യാഘാതമല്ല. ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഇതിൽ വലിയ വിശ്വാസം നഷ്ടപ്പെട്ടു.
അപ്പം ബ്ലാക്ക് റോക്ക് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സെക്യൂരിറ്റി ബന്ധപ്പെട്ട ബിസിനസ്സുകളാണല്ലോ ചെയ്യുന്നത്. വിശ്വാസത്തിൽ ഇടിവ് വന്നു. ആഗോള ധനകാര്യ നിക്ഷേപത്തില് വിപണികളിൽ താൽക്കാലികമായി ഇത് ബാധിച്ചിട്ടുണ്ട്. റിഫ്ലക്ഷൻ ഉണ്ടാവും. റിസ്ക് കുറഞ്ഞ നിക്ഷേപങ്ങളിലേക്ക് ഇത്തരം ആളുകൾ നിക്ഷേപകർ മാറാൻ ശ്രമിക്കാൻ തുടങ്ങി. സർക്കാരിന്റെ ബോണ്ടുകളാണ്, ഇനിയിപ്പോൾ റിസ്ക് വേണ്ട, അതിന് സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ പ്രവണതകളും പതുക്കെ കണ്ടുവരാൻ തുടങ്ങിയിരിക്കുന്നു. BNP പരിവാർ 190 മില്യൺ 220 മില്യൺ 500 220 മില്യൺ നൽകാമെന്ന്, നഷ്ടപ്പെട്ടവർക്ക് നൽകാമെന്ന് റിപ്പോർട്ടുകളുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ പോലെ തന്നെ അവരത് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഗ്ലോബൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി മോണിറ്ററിംഗിൽ ഇതൊരു വലിയ ഒരു തിരിച്ചറിവായിട്ടുണ്ട്. കുറേയും കൂടെ സാങ്കേതികമായിട്ട് ഈ കാര്യങ്ങളെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ഇന്ത്യക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുമ്പോൾ നമുക്കത് സാങ്കേതികമായിട്ട് അത് ശരിയല്ല. പണം നഷ്ടപ്പെടുന്ന ലോകത്തിലെ ഏത് മനുഷ്യൻ്റെ ആണെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് അത് ശരിയല്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഇങ്ങനെ പോയിട്ടൊരു പണി കൊടുത്തപ്പോൾ ഈ ബ്രഹ്മഭട്ട് സത്യം പറഞ്ഞാൽ ഇത് നന്നായിട്ടുണ്ടെന്ന് തോന്നുമെങ്കിലും നന്നായിട്ടില്ലെങ്കിലും ഇത് അമേരിക്കയ്ക്കുള്ളൊരു വലിയൊരു ഷോക്ക് തന്നെയാണ്. എന്തായാലും ഇത് എത്രത്തോളം ഇത് മാർക്കറ്റിനെ എത്രത്തോളം ബാധിക്കുന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.